ഹായ് ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. 2026 മാർച്ച് വരെ പുതിയ വാഹനങ്ങൾ എടുക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഡെലിവറി എടുക്കുന്ന വാഹനത്തിൻ്റെ പല സ്പെയറുകളും 2025 മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നതായിരിക്കും. അതായത് നമുക്ക് RC ബുക്ക് വരുന്ന സമയത്ത് 2026 മാനുഫാക്ചർ ആയിരിക്കും. പക്ഷേ വണ്ടിയുടെ പല സ്പെയറുകളും 2025 ലാസ്റ്റ് മാസം ടയർ ആയിക്കോട്ടെ, ഇൻറ്റീരിയർ ആയിക്കോട്ടെ, എക്സ്റ്റീരിയർ ആയിക്കോട്ടെ, പല സ്പെയറുകളും വരും. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് മനസ്സിലാക്കി തന്നെ വണ്ടി ഡെലിവറി എടുക്കുക. കാരണം നാളെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഒഴിവാക്കാം. എപ്പോഴായാലും നമ്മൾ പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് ഒന്ന് നിങ്ങൾ തന്നെ നേരിട്ട് പോയി ഇൻസ്പെക്ട് ചെയ്യുക. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം, ഞാൻ പോയി ഇൻസ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആർക്കും ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു വാഹനം എടുക്കുമ്പോൾ ഇത്രയും എമൗണ്ടിൻ്റെ ഒരു ഡീലാണ് നടത്തുന്നത്, ഇത്രയും ഗൗരവമേറിയിട്ടുള്ളൊരു ഡീലാണ്. സോ അതിനകത്ത് നമ്മൾ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വിൽക്കാൻ വരുന്നവരെ കാണുന്ന സമയത്ത് തന്നെ ഉത്തരവാദിത്വം കൂടുതലായിട്ട് കാണിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നത്. എൻ്റെ സൈഡിൽ നിന്ന് ഒരു വാഹനം PDA ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ PDA മുതൽ ആ വണ്ടി ഡെലിവറി എടുത്ത് തരുന്നത് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. നാളെ എന്ത് സർവീസ് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായാലും നമ്മൾ ഇടപെട്ട് പരിഹരിച്ച് തരുന്നതായിരിക്കും. അതാണ് എൻ്റെ PDA കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്. അപ്പോൾ മറക്കണ്ട, ഡെലിവറിക്ക് മുമ്പ് വണ്ടി കാണുക. ഓക്കെ, ബൈ.